ഹലോ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിവ്യ PSC എക്സാമിന് വേണ്ടിയിട്ട് ഇരിഞ്ഞാലക്കുട വരെ ഞങ്ങളൊന്ന് പോവുകയാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിലാണ് നമ്മൾക്ക് എക്സാം എഴുതാനുള്ള ഹാൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. ഒരുപാട് കാലമായി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇത്ര ലോങ് ബൈക്കിലെല്ലാം പോയിട്ട് അദ്വൈതില്ലാതെ ഞങ്ങൾ എവിടേക്കും പോകാറില്ല. അദ്വൈതിന് ഇന്ന് എക്സാമാണ്. ഇന്ന് സാറ്റർഡേ സ്കൂളുണ്ട്. അത് കാരണമാണ് ഇന്ന് അദ്വൈതിനെ കൂട്ടാതെ ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിവ്യ എൻ്റെ പുറകിലിരുന്ന് ഒരേ പഠിത്തമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു പാലിക്കര ടോളെത്താറായിട്ടുണ്ട്. ഏകദേശം തൃശ്ശൂരെല്ലാം കടന്ന് ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റിംഗാണ്. ദിവ്യ പുറകിലിരുന്ന് ഒരേ പഠിത്തമാണ്. അതുപോലെ തന്നെ മൊബൈലിൽ കുറേ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഞങ്ങൾ പാലിക്കര ടോളെത്തി. അങ്ങനെ ഇരിഞ്ഞാലക്കുടയിലുള്ള ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് ഹൈസ്കൂളിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതാ ദിവ്യ എക്സാമിന് വേണ്ടിയിട്ട് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 1:30ക്കാണ് ഇവിടെ എക്സാം. ഒരുപാട് ആളുകളാണ് PSC എക്സാമിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഫാമിലി ആയിട്ടും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് രക്ഷിതാക്കളും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. എനിക്കൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ അടുത്തുള്ള ഒരു എക്സാം സെൻറ്റർ കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരുപാട് ആളുകൾ ചിലപ്പോൾ എക്സാം എഴുതാൻ പഠിച്ചിട്ട് ചിലപ്പോൾ എക്സാം പോലും എഴുതാൻ പറ്റാത്ത ആ അവസ്ഥയുണ്ടാവും. കാരണം ഇത്ര ലോങ് ഒക്കെ പോയിട്ടൊരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സാമിനൊക്കെ പോവുക പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സ്കൂളിൽ ഒരു പേന, ശരിക്കും ഒരു പെൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. വലിയൊരു എന്താ പറയുക, ഒരു 6 അടി 7 അടി ഹൈറ്റിൽ ഒരു പെന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നല്ല മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല വലിയ ഒരു സ്കൂളാണ് ഇവിടെ. ഇരിഞ്ഞാലക്കുടയാണ്. അപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ദിവ്യക്ക് വൈഫിന് PSC എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കാലത്ത് ഏകദേശം ഒരു 11 മണിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. നമ്മുടെ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് 11 മണിക്ക് ഇവിടെ നിന്ന് വന്ന് ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് ഒരു 12:45, 1.5 മണിക്കൂർ മേലെ ബൈക്കിലാണ് വന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് ആളുകൾ PSC എക്സാമൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപാട് ആൾക്കാർ എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. ഫാമിലികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചിലവർ ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ രക്ഷിതാക്കൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പേരൻസ് വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾ വന്നിട്ടുണ്ട്. നല്ലൊരു സ്കൂൾ കേട്ടോ. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. അത്യാവശ്യം നല്ല അതിൻ്റെ എന്താ പറയുക, ഇവിടെ സ്റ്റുഡൻസിനൊക്കെ അത്യാവശ്യം നല്ല പ്ലേ ഗ്രൗണ്ടും ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എക്സാമിന് പോയിരിക്കുകയാണ് ദിവ്യ. അപ്പോൾ സ്കൂളിൻ്റെ ചെറിയ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം എന്തായാലും. എനിക്കെന്തായാലും ഇതിൻ്റെ എൻട്രി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളിൻ്റെ എൻട്രി നേരെ റോട്ടിൽ നിന്ന് ഒരു വഴിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ സ്കൂളൊക്കെ ആയിരിക്കുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു രക്ഷയില്ല. അടിപൊളി വലിയൊരു നല്ലൊരു സ്കൂളാണ്, ഹൈസ്കൂളാണ്. എന്തായാലും ചെറിയൊരു വീഡിയോ ഇതിൻ്റെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ സ്കൂളിനെ കുറിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നോക്കി എന്നിട്ട് അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ PSC എക്സാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 1:30ക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 3:30 ആകുമ്പോഴേ ഇനിയിപ്പോൾ അത് വിടുകയുള്ളൂ. അതുവരെ എന്തായാലും നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സ്കൂളിൻ്റെ മുൻവശം ഇങ്ങനെയാണ്, ചെറിയൊരു ബോർഡൊക്കെ. പക്ഷേ സ്കൂൾ ഒരു രക്ഷയില്ല. ദിവ്യ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും സ്നാക്സും കുടിക്കാനുള്ളൊരു കൂൾ ഡ്രിങ്ക്സും വാങ്ങി വെച്ചിട്ടുണ്ട്. ഭയങ്കര വിശപ്പ് തന്നെയായിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. എന്തായാലും അത്യാവശ്യം ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇത് ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് കേട്ടോ. ഒരു രക്ഷയില്ല. മോഹനേട്ടൻ്റെ തട്ടുകട എന്ന് പറഞ്ഞിട്ടുള്ളത്.
തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ട്